ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് എഴുന്നേറ്റ പാടെ തന്നെ ഇന്നലത്തെ ചോറ് തിളപ്പിക്കാൻ വെച്ചു കേട്ടോ. പിന്നെ സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ചിട്ട് പരിപ്പ് കുക്കറിലേക്ക് വേവിക്കാൻ വെക്കുകയാണ് കേട്ടോ. പരിപ്പ് വേവിക്കാൻ വെച്ചതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിനകത്തുനിന്ന് ഉള്ള പച്ചക്കറി എടുക്കലാണ്. വെള്ളരിക്ക എല്ലാം കുറേശ്ശെ എടുക്കുന്നുള്ളൂ. ഒരു വെള്ളരിക്കേൻ്റെ ചെറിയ കഷ്ണം, പിന്നെ എന്താ എടുക്കുന്നത്, മത്തൻ കുമ്പളങ്ങ എന്ന് പറയും. അപ്പം അതിൻ്റെ ഒരു ചെറിയ കഷ്ണം എടുക്കുന്നുണ്ട്. അപ്പം അത് മുറിക്കാൻ വലിയ പാടായിരുന്നു. അപ്പം അതൊക്കെ എങ്ങനെയൊക്കെയോ മുറിച്ചെടുക്കുന്നുണ്ട്. പിന്നെന്താ, വേറെന്താ ഉള്ളത്? അപ്പം അത് കഷ്ടപ്പെട്ട് ഞാനൊരു കഷ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളി 2 എണ്ണം തോന്നുന്നു, 2 എണ്ണം എടുത്തിട്ടുണ്ട്. ഞാൻ ഈ വെക്കുന്ന സാമ്പാറിൽ പുളി എടുക്കില്ല കേട്ടോ. ഞാൻ അതിനകത്ത് തക്കാളി അധികമായിട്ട് എടുക്കും, അതിൻ്റെ പുളി തന്നെ ഉണ്ടാവും. പിന്നെ എടുത്ത പച്ചക്കറിയൊക്കെ അരിഞ്ഞ് വൃത്തിയാക്കുവാണേ. അപ്പോഴേക്കും അടുപ്പത്തുനിന്ന് ചോറും ഏകദേശം തിളക്കാറായിട്ടുണ്ട്. പരിപ്പ് 2 വിസിൽ വന്നതിന് ശേഷം ഓഫാക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. അതിനകത്തേക്ക് ഈ അരിഞ്ഞ് വെച്ച മറ്റേ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഒറ്റ വിസിലടുപ്പിച്ചെടുക്കുകയേ ചെയ്യുള്ളൂ. ഇത് വറുത്തരച്ച് വെക്കുന്നില്ല, സാധാരണ നോർമലായിട്ട് പൊടിയിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഏകദേശം 4 മണി 4:15 ആവാറാവുന്നേ ഉള്ളൂ തോന്നുന്നു കേട്ടോ. അപ്പോൾ പുറത്തൊക്കെ നല്ല ഇരുട്ടാണ്. അപ്പോൾ സാമ്പാർ വെച്ചാൽ ഉച്ചക്കേക്കും കൂടി എടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ സാമ്പാർ വെക്കുന്നത്. അല്ലെങ്കിൽ ഇതിന് ദോശയ്ക്ക് വേറെ കറി ഉണ്ടാക്കണം, ഉച്ചയ്ക്ക് വേറെ കറി ഉണ്ടാക്കണം. അത് വേണ്ടാലോ എന്ന് വെച്ചിട്ട് സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ചു. ഇതിന് പ്രോപ്പർ സാമ്പാർ എന്നൊന്നും പറഞ്ഞുകൂടാ കേട്ടോ. തട്ടിക്കൂട്ടി ഒരു സാമ്പാറാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഈ സമയമാകുമ്പം എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പ്രത്യേകിച്ച് വേറെ ഈ അടുക്കള പണികളൊക്കെ കഴിഞ്ഞ് പിന്നെ പുറത്തുള്ള അടിച്ചു വാരൽ, തുടക്കൽ, അങ്ങനെയൊക്കെയുള്ള പണികളൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ നേരത്തെ എണീക്കുന്നത്. അപ്പോഴത്തേക്കും ചോറ് തിളച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വേഗം ഊറ്റിയെടുത്തു. എന്നിട്ട് പിന്നെ വേവിച്ച് വെച്ച പരിപ്പിനകത്ത് കുക്കറിലെ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിനകത്ത് മുരിങ്ങക്കായ് അതുപോലെ വെണ്ടക്ക അങ്ങനെയുള്ള കഷ്ണങ്ങളൊന്നും ഇല്ലേ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ തട്ടിക്കുട്ടി സാമ്പാർ. അപ്പം അതിനകത്ത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇത് കാശ്മീരി മുളക് പൊടി കേട്ടോ, മുളക് പൊടി, ഉപ്പ്, എന്നിട്ട് പാകത്തിന് വെള്ളമൊക്കെ വെച്ചിട്ട് ഒറ്റ വിസിലടുപ്പിച്ചെടുക്കുകയുള്ളൂ. വിസിലടിച്ചതിന് ശേഷം പിന്നെ അതിൻ്റെ പ്രഷറൊക്കെ മാറിയിട്ട് കുക്കർ തുറക്കൂലേ. അപ്പോഴേക്ക് കഷ്ണങ്ങളൊക്കെ ഏകദേശം വെന്തിട്ടുണ്ട്. നല്ലോണം വേവുകയും ചെയ്യും, എന്നാൽ വെന്തുടയുകയും ഇല്ല. ആ പരുവത്തിലായിട്ടുണ്ടാവും കേട്ടോ. പിന്നെ ഞാൻ ബീട്രൂട്ട് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് തോരൻ വെക്കാൻ വേണ്ടിയിട്ട് അതെടുത്ത് വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഈ സാധനത്തിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ കൂടുതലായിട്ടും ഗ്രേറ്റ് ചെയ്യുന്നത്. ഇത് എന്താ പറയുക, ഞങ്ങൾ പണ്ട് തൊട്ടേ ഉപയോഗിക്കുന്നൊരു സാധനം, എൻ്റെ വീട്ടിലെ സാധനമായിരുന്നു. അത് ഞാൻ എടുത്തുകൊണ്ട് വന്നതാണ്. പിന്നെ തോരന് വേണ്ടിയിട്ടുള്ള തേങ്ങ എടുത്ത് പൊട്ടിച്ച് വെച്ചു കേട്ടോ. ഞാൻ രാത്രിയിൽ തന്നെ പൊതിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പണിയില്ല. കാരണം രാവിലെ ആകുമ്പോൾ ഇരുട്ടായതുകൊണ്ട് പുറത്തിറങ്ങാൻ നല്ല പേടിയായിരിക്കും. അതുകൊണ്ട് രാത്രിക്ക് തന്നെ പൊതിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അതിനകത്തേക്ക് ബീട്രൂട്ടിനകത്തേക്ക് സവാള, പച്ചമുളക്, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, ഉപ്പ്, അതേപോലെ തേങ്ങ എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട്
തോരനാക്കുക കേട്ടോ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ പൊടികൾ മഞ്ഞൾപ്പൊടീൻ്റെയും ഒക്കെ പച്ചച്ചുവ മാറുന്നവരെ നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് സിമ്മിലിട്ട് വേവിക്കും കേട്ടോ. അതിനകത്തേക്ക് വെള്ളമൊന്നും ഒഴിക്കൂലേ. ചില ആൾക്കാർ കുറച്ച് വെള്ളം ഒഴിക്കുന്നതാണ്, അങ്ങനെയൊന്നും ചെയ്യില്ല. അപ്പം അങ്ങനെ വേവിക്കും. ഞാൻ തോരനായതിന് ശേഷം ഞാൻ സാമ്പാറിന് വേണ്ടിയിട്ട് വറുത്തിടുക കേട്ടോ. ആദ്യം കടുകിട്ടു, കറിവേപ്പിലയും വറ്റൽമുളകെല്ലാം ഇട്ടതിന് ശേഷം മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി കുറച്ചധികം ഇടുവേ. അത് ഓഫാക്കിയതിന് ശേഷം നമ്മുടെ സാമ്പാർ പൊടി കുറച്ചിടും കേട്ടോ. തീ ഓഫാക്കിയതിന് ശേഷം സാമ്പാർ പൊടി അധികം ചൂടാവരുത് എന്ന് അങ്ങനെ പറയുന്നേക്കാം. അപ്പം അത് വറുത്തിടുവേ. ശരിക്കും പറഞ്ഞാൽ ഈ സാമ്പാർ നല്ല ടേസ്റ്റ് കേട്ടോ. നിങ്ങളൊന്ന് ഇടയ്ക്ക് ട്രൈ ചെയ്യണേ, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ വേഗം തന്നെ കറിയായി, തോരനായി, ചോറായി. ഇനി വേഗം തന്നെ ദോശ ചുട്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അടിച്ചു വാരി തുടച്ചു, അങ്ങനെയുള്ള പണികളൊക്കെ കഴിഞ്ഞ് കുളിച്ച് വന്ന് പിന്നെ രാവിലെ ഞാൻ ഒരു ഗ്ലാസ് ചായ കുടിച്ചു കേട്ടോ. പിന്നെ ഇതേപോലെ ഇറയത്ത് വന്നിരുന്നിട്ട് നല്ല കിളികളെ സൗണ്ട് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കേട്ടിരുന്ന് ചായ കുടിക്കലാണേ. പിന്നെ അതിൻ്റെ ഇടയിലൊക്കെ കുറേ വീഡിയോസ് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ഏട്ടൻ പണിക്ക് പോയിട്ടുണ്ട്. മക്കളെയൊക്കെ എണീപ്പിച്ച് കുളിപ്പിച്ചു, ചായ കൊടുത്ത് ഭക്ഷണം കഴിക്കാൻ ഇരുത്തിയിട്ടുണ്ട്. ആ സമയത്താണ് ഞാൻ അവർക്ക് വേണ്ടിയിട്ടുള്ള സ്നാക്സും പ്ലേറ്റ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എടുത്തു വെച്ചു. മഞ്ചാടിമോൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുപോകാൻ തോരൻ എടുത്ത് വെച്ചിട്ടുണ്ട്, പ്ലേറ്റ്. പിന്നെ കണ്ണമ്മോൻ ഇന്ന് ബത്തക്കയാണ് കൊണ്ടുവന്നത് കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ ഇനി ബത്തക്ക, വാട്ടർമെലൺ ഇല്ലേ, ഇനി ബത്തക്ക എന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുക അന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ അവർക്ക് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള പീസ് ഞാനും കൂടി ഇരുന്ന് കഴിക്കും കേട്ടോ. നല്ല തണുപ്പുണ്ടായിരുന്നു. അതാ എൻ്റെ മുഖത്തെ എക്സ്പ്രഷനൊക്കെ മാറിയിട്ടുള്ളത്. അതിൻ്റെ ഇടയിലൊന്ന് താഴെ വീണുപോയി. പിന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള ബാക്ക് പാക്കിങ് കേട്ടോ. ഞാൻ മഞ്ചാടി മോളുടെ ടൈം ടേബിളൊക്കെ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കണ്ണമ്മോന് ബുക്കുകളൊന്നും കാര്യമായിട്ടുണ്ടാവില്ല. നോട്ടുകൾ ആഴ്ചയിൽ 2 തവണയൊക്കെ കൊടുത്തു വിടാറുള്ളൂ. ആ സ്കൂളിൽ നിന്നേ അവിടെ തന്നെ വെക്കുക ചെയ്യുക. അതേപോലെ ഒരു ടെക്സ്റ്റ് ബുക്കേ ഉള്ളൂ. പിന്നെയുള്ളത് അവൻ്റെ സ്നാക്സ്, പ്ലേറ്റ്, പിന്നെ പാല് കുടിക്കേണ്ട ഗ്ലാസ്, വാട്ടർ ബോട്ടിൽ, അങ്ങനത്തെയൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ മഞ്ചാടി മോൾ 2ാം ക്ലാസ്സിലാണെങ്കിൽ തന്നെ ബുക്സ് ഇഷ്ടംപോലെ ഉണ്ടാവും എടുക്കാം. നല്ല വെയിറ്റാണ്. പിന്നെ ഞാൻ അവിടെ വണ്ടി കയറ്റി വിടാൻ വേണ്ടിയിട്ട് റോഡിലോട്ട് പോവുക കേട്ടോ. ഇപ്പം വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടാണ് കണ്ണൻ ഇങ്ങനെ കളിക്കുന്നത്. ഇറങ്ങുമ്പോൾ മാത്രമേ ഈ മര്യാദ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇതാ കണ്ട, ഇനിയിപ്പോൾ അവർ റോഡിലേക്ക് ഒരൊറ്റ ഓട്ടം ആയിരിക്കും. അവരവിടെ പോയി അവിടെ നിൽക്കും. ഞാൻ പുറകെ ഇങ്ങനെ മെല്ലെ പോകണം. അത് കഴിഞ്ഞ് അവരെയും കൊണ്ടാക്കി വന്നിട്ട് അതിന് ശേഷം ഞാൻ മക്കളും ഞാനും ചായ കുടിച്ച പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനുണ്ട്. അതൊക്കെ ഇത് മാത്രം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇന്ന്. അപ്പോൾ അതൊക്കെ കഴുകി വെച്ചു. ഇത് കണ്ട, ഇപ്പം അവരെ കൊണ്ടാക്കി വന്ന് ഏകദേശം 9:30. ഞാൻ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഏകദേശം 9:30 ആയിട്ടേ ഉള്ളൂ. അപ്പോൾ തന്നെ എൻ്റെ പണികളൊക്കെ മിക്കവാറെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയൊന്ന് തുണി കഴുകാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ള സമയം എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയം കേട്ടോ. അപ്പം കുറച്ച് രാവിലെ എണീക്കുന്ന ബുദ്ധിമുട്ടേ ഉള്ളൂ. ബാക്കി നമുക്ക് ഇഷ്ടം പോലെ സമയം ഉണ്ടാവും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഞാനീ പറയുന്നത് ചെറിയ മക്കളുള്ള അമ്മമാർക്കൊന്നും പറ്റാവുന്ന കാര്യമല്ല കേട്ടോ. അവർക്ക് അവരുടേതായ എന്താ പറയുക, രാത്രിയിലേക്ക് കുഞ്ഞുങ്ങൾ ഉറങ്ങൂല, അങ്ങനെയൊക്കെ ഉണ്ടാവും. ഞാനിപ്പോൾ എൻ്റെ മക്കൾ കുറച്ച് വലുതായതിന് ശേഷമാണ് ഞാൻ ഈ റുട്ടീനൊക്കെ തുടങ്ങിയിട്ടുള്ളത്.
പിന്നെ ഞാൻ അലക്കാനുള്ള തുണികളൊക്കെ അലക്കിയിടുന്നുണ്ട് കേട്ടോ. ഇതും കൂടി കഴിഞ്ഞാൽ എൻ്റെ പണി കഴിഞ്ഞു എന്നാണ് ഞാൻ വിചാരിച്ചത്. ഞാൻ കുറച്ച് പിന്നെ മാറാലി ഉണ്ടായിരുന്നു. ഞങ്ങളുടെ നാട്ടിൽ വണ്ണാമ്പല എന്ന് പറയും. അപ്പം അതും കൂടി ഒന്ന് തട്ടിക്കൊടുത്തിട്ട് ബാക്കി എൻ്റെ കാര്യങ്ങൾ ചെയ്യാം. കുറച്ച് ഞാൻ കിടക്കണം എന്ന് വിചാരിച്ചു. അതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അലക്കി കഴിഞ്ഞിട്ട് ഞാൻ ചെന്ന് മാറാല തട്ടാൻ പോയിട്ടാ. അപ്പം ഇതിന് ശേഷം ഞാൻ വോയിസ് ഒന്നും കൊടുക്കുന്നില്ലേ, ട്യൂൺ എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എന്താ പറയുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നിങ്ങൾ എന്ത് തന്നെയായാലും, നെഗറ്റീവായാലും പോസിറ്റീവായാലും തന്നെ കമൻ്റ് ഇട്ടിട്ട് എന്നെ ഒന്ന് അറിയിക്കണം കേട്ടോ. അല്ലെങ്കിൽ എനിക്കറിയില്ലല്ലോ നിങ്ങളുടെ ഒപ്പീനിയൻ എന്തൊക്കെയാണെന്ന്. അപ്പം അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ബൈ.